പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഒരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തയനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ അഡ്വൈസറി ബോർഡിൽ ഉണ്ടായിരുന്ന അംഗങ്ങളെല്ലാം രാജിവെച്ചിരിക്കുകയാണ്. ഫാൻ അഡ്വൈസറി അംഗങ്ങൾ മൂന്നാം ക്വാർട്ടർ മീറ്റിംഗിൽ വ്യക്തമാക്കിയതുപോലെ ക്ലബിൽ നിന്ന് വ്യക്തമായ ഉത്തരവാദിത്തവും ആവശ്യമായ നടപടികളും ഉണ്ടായില്ലെങ്കിൽ അവർ ഫാൻ അഡ്വൈസറി ബോർഡിൽ നിന്നും പിന്മാറുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മാറ്റങ്ങളും ഉത്തരവാദിത്തവും ആവശ്യപ്പെട്ട് നൽകിയ ലെറ്ററിന് ക്ലബ്ബ് നൽകിയ പ്രതികരണം അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാത്തതും വിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കാത്തതുമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഫാൻ അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ രാജിവെക്കാൻ തീരുമാനിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലുമെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും വലിയ നിരാശയിൽ തന്നെയാണ്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിരുന്ന അഡ്രിയൻ ലൂണയും അതുപോലെ തന്നെ കോൾഡോ ബീറ്റയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അഡ്രിയൻ ലൂണയും കോൾഡോ ബീറ്റയും നിലവിൽ ഇന്തോനേഷ്യ സൂപ്പർ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് താരങ്ങളും അവരുടെ ക്ലബിന് വേണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിക്കുന്നുമുണ്ട്. ഇന്നലെ അഡ്രിയൻ ലൂണയുടെ ക്ലബ്ബായിട്ടുള്ള പെർസിക്കും അതുപോലെ തന്നെ കോൾഡോ ബീറ്റയുടെ ക്ലബ്ബായിട്ടുള്ള ബോർണിയോ FC നേരിട്ടിരുന്നു. ഒരു മത്സരത്തിൽ വിജയിച്ചത് കോൾഡോ ബീറ്റയുടെ ക്ലബ്ബായിട്ടുള്ള ബോർണിയോ FC ആയിരുന്നു. മാത്രമല്ല ബോർണിയോ FCക്ക് വേണ്ടി ഗോൾ നേടിയതാവട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന കോൾഡോ ബീറ്റ ആയിരുന്നു. നിലവിൽ കോൾഡോ ബീറ്റ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബ് ആവട്ടെ ലീഗിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ മത്സരത്തിലെ ഒരു വിജയത്തോടെ കോൾഡോ ബീറ്റ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബ് ലീഗിൽ 1ാം സ്ഥാനത്താണ്. അഡ്രിയൻ ലൂണ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബാവട്ടെ ലീഗിൽ അത്ര മികച്ച പ്രകടനമല്ല കാഴ്ചവെക്കുന്നത്. 18 ക്ലബ്ബുകൾ കളിക്കുന്ന ഈ ഒരു ലീഗിൽ 12ാം സ്ഥാനത്താണ് അഡ്രിയൻ ലൂണ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബായിട്ടുള്ള പെർസിക്കുള്ളത്. കോൾഡോ ബീറ്റ നിലവിൽ താൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിന് വേണ്ടി 7 ഗോളുകളാണ് ഈ ഒരു സീസണിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. അഡ്രിയൻ ലൂണയാവട്ടെ ഈ ഒരു സീസണിൽ 1 ഗോളാണ് പെർസിക്കിന് വേണ്ടി നേടിയിട്ടുള്ളത്. എന്തായാലും ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ഇറങ്ങാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.